നന്നായി അധ്വാനിച്ച് കുടുംബത്തിന്റെ ഭാവി ശോഭനമാക്കാൻ ഗൾഫ് മണ്ണിലേക്ക് ചേക്കേറുന്ന പ്രവാസി മലയാളികളുടെ അധ്വാന ഫലം ഇന്ന് സൈബർ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് ചോർന്നു പോകുന്ന വാർത്തകൾ നിത്യസംഭവമായി മാറുകയാണ്. പരമ്പരാഗത രീതിയിലുള്ള മോഷണങ്ങളിൽ നിന്നും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും മനഃശാസ്ത്രപരമായ സമ്മർദ്ദ തന്ത്രങ്ങളുടെയും അകമ്പടിയോടെയാണ് പുതിയ കാല സൈബർ തട്ടിപ്പുകൾ ഇരകളെ വലയിലാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരെന്ന് നടിച്ചും ബാങ്ക് ജീവനക്കാരാണെന്ന് വിശ്വസിപ്പിച്ചും ആകർഷകമായ സമാന വാഗ്ദാനങ്ങൾ നൽകിയും പ്രവാസികളുടെ അധ്വാന പണം തട്ടിയെടുക്കുന്ന വൻ ശൃംഖലകളാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഖത്തറിലും സൗദി അറേബ്യയിലും ഒമാനിലും UAE-ലുമെല്ലാം അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് മലയാളി സമൂഹം നേരിടുന്ന സങ്കീർണമായ സൈബർ ഭീഷണികളിലേക്കാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ആദ്യപടി പലപ്പോഴും അവിചാരിതമായി ഫോണിലെത്തുന്ന ഒരു സന്ദേശമോ ലിങ്കോ ആയിരിക്കും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ പുറപ്പെടുവിച്ച കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. അപരിചിതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഓൺലൈൻ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും അവ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതും കടുത്ത അപകടത്തിന് വഴിവെക്കുമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഔദ്യോഗിക വെബ്സൈറ്റുകളോട് സാമ്യമുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്ത വ്യാജ ലിങ്കുകൾ വഴി ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങളും വ്യക്തിഗത ഡേറ്റകളും തട്ടിപ്പുകാർ ചോർത്തുന്നു. ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടം കൃത്യമായി പരിശോധിക്കാതെ പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ പൂർണ്ണമായും അപകടത്തിലാക്കും. പ്രവാസികൾക്കിടയിലെ ഡിജിറ്റൽ സാക്ഷരതയും എന്നാൽ സാങ്കേതികതയുടെ പഴുതുകളെക്കുറിച്ചുമുള്ള അജ്ഞതയും മുതലാക്കിയാണ് തട്ടിപ്പുകാർ വലവീശുന്നത്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിലെ രഹസ്യ വിവരങ്ങളും സന്ദേശങ്ങളും ചോർത്താൻ തട്ടിപ്പുകാർക്ക് സാധിക്കും. പൊതുജനങ്ങൾ കാണിക്കുന്ന ജാഗ്രത മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള പ്രധാന പ്രതിരോധ കവചമെന്ന് ഭരണകൂടങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ ഏതൊരു ഓൺലൈൻ ഇടപെടലിന് മുൻപും ലിങ്കുകളുടെയും ആപ്പുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സൈബർ തട്ടിപ്പുകാർ നടത്തുന്ന മനഃശാസ്ത്രപരമായ കടന്നുകയറ്റത്തിന് ഏറ്റവും വലിയ തെളിവാണ് സൗദി അറേബ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ സംഭവങ്ങൾ. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണെന്ന് വ്യാജമായി അവകാശപ്പെട്ട് ഫോൺ വിളിക്കുന്ന തട്ടിപ്പു സംഘങ്ങൾ പ്രവാസികളുടെ OTP നമ്പറുകൾ കൈക്കലാക്കി വലിയ രീതിയിൽ പണം തട്ടിയെടുക്കുകയാണ്. അബുഹയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ സേവനമനുഷ്ഠിക്കുന്ന 2 മലയാളി നഴ്സുമാർ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇരയായത്. ഔദ്യോഗിക നടപടികളുടെ ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തുടർച്ചയായി ഫോൺ വിളിച്ചും ആശയക്കുഴപ്പവും ഭയവും സൃഷ്ടിച്ച് കുറ്റവാളികൾ OTP സന്ദേശങ്ങൾ കൈക്കലാക്കുകയാണ്. ഫോൺ സംഭാഷണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഈ അടിയന്തരാവസ്ഥയിൽ ഭയന്നു പോകുന്ന വ്യക്തികൾ സന്ദേശങ്ങളുടെ ഉള്ളടക്കം പോലും അറിയാതെ OTP കൈമാറിപ്പോകുന്നു. ഇത്തരത്തിൽ കൈക്കലാക്കുന്ന OTP ഉപയോഗിച്ച് നൂൺ പോലെയുള്ള പ്രമുഖ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയും തമാറ, ടാബി തുടങ്ങിയ ബൈ നൗ പേ ലേറ്റർ സാമ്പത്തിക സേവന ആപ്പുകൾ വഴിയും 10,000-കണക്കിന് റിയാലിന്റെ സാധനങ്ങളാണ് തട്ടിപ്പുകാർ വാങ്ങിക്കുന്നത്. സാമ്പത്തിക ബാധ്യത മുഴുവൻ ഇരയായ പ്രവാസിയുടെ പേരിൽ അവശേഷിക്കുകയും ഉൽപ്പന്നങ്ങൾ തട്ടിപ്പുകാർ നേരിട്ട് കൈപ്പറ്റുകയും ചെയ്യുന്ന ശൈലിയാണ് ഇവിടെ കാണുന്നത്. സൗദിയിലെ നഫാദ്, അബ്ഷീർ തുടങ്ങിയ ഔദ്യോഗിക വേരിഫിക്കേഷൻ ആപ്പുകളുടെ അംഗീകാര അഭ്യർത്ഥനകൾ അപരിചിതരുമായി പങ്കുവെക്കുന്നത് സ്വന്തം ഡിജിറ്റൽ വ്യക്തിത്വം മറ്റൊരാൾക്ക് അടിയറവ് വെക്കുന്നതിന് തുല്യമാണ്. ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ കേവലം ഒറ്റപ്പെട്ട വ്യക്തികളുടെ പണിയല്ല, മറിച്ച് അതിർത്തികൾ കടന്ന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളുടെ ആസൂത്രിത നീക്കങ്ങളാണ്. ഒമാനിലെ നോർത്ത് അൽബദീന ഗവർണറേറ്റിൽ ദീർഘകാലത്തെ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കൊടുവിൽ റോയൽ ഒമാൻ പോലീസ് തകർത്ത അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖല ഇതിനൊരു വ്യക്തമായ ഉദാഹരണമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സെർവറുകളും ഉപയോഗിച്ചാണ് ഇവർ ഗൾഫ് നാടുകളിലെ താമസക്കാരെ ഇരയാക്കുന്നത്. റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം വൻകിട ക്രിമിനൽ ശൃംഖലകളെ വേരോടെ പിഴുതെറിയുന്നതിനും സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. വിദേശ രാജ്യങ്ങളിലിരുന്ന് വ്യാജ ഫോൺ കോളുകളും സന്ദേശങ്ങളും അയക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ GCC രാജ്യങ്ങളിലെ പോലീസ് ഏജൻസികൾ സംയുക്തമായും ഏകോപിപ്പിച്ചും ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ഹൈടെക് കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കി പ്രവാസി സമൂഹം കൂടുതൽ ജാഗരൂകരാകേണ്ടതുണ്ട്. UAE-ലുള്ള പ്രവാസികൾ പ്രത്യേകമായി കുറിച്ചു വെക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ ഒന്നാണ് 70614213 എന്ന ഫോൺ നമ്പർ. ഈ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ യാതൊരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുതെന്ന കർശനമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരം ഇതൊരു സംഘടിത സ്കാം നമ്പറാണ്. ഇത്തരത്തിലുള്ള കോളുകൾ സ്വീകരിച്ച് തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴുന്നതോടെ അക്കൗണ്ടിൽ നിന്നും തൽക്ഷണം പണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ഒരിക്കൽ പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ സൊല്യൂഷനുകൾ ഒന്നും തന്നെ ലഭിക്കാത്ത വിധം സങ്കീർണമായ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു. അതിനാൽ UAE-ലുള്ള പ്രവാസികൾ ഈ നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും ഇത്തരം അപരിചിതമായ കോളുകളോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികൾ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കാത്തുസൂക്ഷിക്കാൻ ചില അടിസ്ഥാനപരമായ മുൻകരുതലുകൾ നിർബന്ധമായും എടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് വകുപ്പുകളോ ബാങ്കുകളോ ഒരിക്കലും ഫോൺ കോളിലൂടെ രഹസ്യ കോഡുകളോ ബാങ്കിംഗ് വിവരങ്ങളോ ആവശ്യപ്പെടാറില്ല എന്നത് പ്രവാസികൾ മനസ്സിൽ ഉറപ്പിക്കണം. ഫോണിൽ വരുന്ന പേടിപ്പിക്കുന്ന അറിയിപ്പുകളിൽ പരിഭ്രാന്തരാകാതെ കാര്യങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി നേരിട്ട് അന്വേഷിക്കാൻ തയ്യാറാകണം.
സൗദിയിലെ അബ്ഷീർ, നഫാദ് അല്ലെങ്കിൽ UAE പാസ് പോലെയുള്ള ആപ്പുകളിൽ നിന്നുള്ള വേരിഫിക്കേഷൻ അഭ്യർത്ഥനകൾ ഒരു കാരണവശാലും അപരിചിതർക്ക് അനുവദിച്ചു നൽകരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് വകുപ്പുകളോ ബാങ്കുകളോ ഒരിക്കലും ഫോൺ കോളിലൂടെ രഹസ്യ കോഡുകളോ ബാങ്കിംഗ് വിവരങ്ങളോ ആവശ്യപ്പെടാറില്ല എന്നത് പ്രവാസികൾ മനസ്സിൽ ഉറപ്പിക്കണം. ഫോണിൽ വരുന്ന പേടിപ്പിക്കുന്ന അറിയിപ്പുകളിൽ പരിഭ്രാന്തരാകാതെ കാര്യങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി നേരിട്ട് അന്വേഷിക്കാൻ തയ്യാറാകണം. സൗദിയിലെ അബ്ഷീർ, നഫാദ് അല്ലെങ്കിൽ UAE പാസ് പോലെയുള്ള ആപ്പുകളിൽ നിന്നുള്ള വേരിഫിക്കേഷൻ അഭ്യർത്ഥനകൾ ഒരു കാരണവശാലും അപരിചിതർക്ക് അനുവദിച്ചു നൽകരുത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ ബന്ധപ്പെട്ട ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകളും കാർഡുകളും ബ്ലോക്ക് ചെയ്യുകയും പ്രാദേശിക സൈബർ പോലീസിലോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലുകളിലോ ഉടനടി പരാതി രജിസ്റ്റർ ചെയ്യുകയും വേണം. ജാഗ്രതയോടെയുള്ള ഡിജിറ്റൽ പെരുമാറ്റം മാത്രമാണ് പ്രവാസിയുടെ സമ്പാദ്യത്തിന് സുരക്ഷിത കവചമൊരുക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.